എനിക്കിന്നുണ്ടായൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. വിശ്വാസങ്ങളും നമ്മുടെ ദൈവചിന്തകളും എന്തിനും ഏതിനും നല്ലതാണ്. അത് നമുക്ക് നല്ല വഴി കാട്ടിത്തരികയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 10 മാസമായൊരു കുഞ്ഞ്, വെയിറ്റ് 6 കിലോ അടുത്ത് കഷ്ടി. ഈ കുഞ്ഞിന് 6 മാസത്തിന് ശേഷം കുറുക്കായിട്ട് റാഗിയും ഗോതമ്പും മാത്രമേ നൽകിയിട്ടുള്ളൂ. അരിയാഹാരങ്ങളോ മറ്റ് സാധനങ്ങളോ ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല. കാരണം എല്ലാ അമ്പലങ്ങളിലും ചോറ് കൊടുത്ത് തീർന്നിട്ടില്ല. 6 മാസത്തിന് ശേഷം ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള സാധനങ്ങളെല്ലാം പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുത്താൽ മാത്രമാണ് കുഞ്ഞിന് കിട്ടുകയുള്ളൂ. നമ്മുടെ വിശ്വാസമാണ് ഭഗവാന്റെ മുൻപിൽ ആദ്യമായിട്ട് ചോറുണ്ണണം എന്നുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ, നമ്മുടെ വീടിനോട് ചേർന്നുള്ളൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ അമ്പലത്തിൽ പോയി ഒന്ന് ചോറ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം. പക്ഷേ ഇത്രയും നാൾ ഈ കൊച്ചിന് പ്രോപ്പറായിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതിനെ തുടർന്ന് വിളർച്ച, ക്ഷീണം ഒക്കെയല്ലേ ശരിക്കും നമ്മളല്ലേ ചിന്തിക്കേണ്ടത്. 2, എല്ലാവരോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കോവിഡ് വന്ന് നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോയ സമയത്ത് നമ്മൾ ആരെങ്കിലും അമ്പലങ്ങളിൽ പോയി ചോറ് കൊടുത്തിരുന്നോ? നമ്മളെല്ലാവരും ഭഗവാന്റെ മുൻപിൽ വീട്ടിൽ വെച്ചൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം. കാരണം ചില കാര്യങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം നമ്മൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കും അവരുടെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഒക്കെ പോഷകസമൃദ്ധമായ ഭക്ഷണം ചെല്ലണം. വിശ്വാസങ്ങൾ നല്ലതാണ്, പക്ഷേ വിശ്വാസങ്ങൾ അപകടമാകരുത്.